അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ നമ്മുടെ ഈ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം പറയുന്നത് ഉപഭോക്തൃ ബോധവൽക്കരണ ശില്പശാല. അപ്പം നമ്മുടെ ആൾക്കാരെ പൊതുജനങ്ങളിൽ സംസ്ഥാന വ്യാപകമായിട്ട് ഉപഭോക്തൃ അവകാശത്തെ സംരക്ഷിച്ച് ആ സംരക്ഷണത്തിൻ്റെ പ്രത്യേകതയൊക്കെ വളരെ വിശദമാക്കി കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഘടന നിലയിൽ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി പ്രഗത്ഭരായിട്ടുള്ള അതുപോലെ തന്നെ ഈ പരിപാടിയിലെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള പ്രതിനിധികൾ, ഈ യോഗത്തിൽ നമ്മുടെ സംസ്ഥാന വൈസ് ചെയർമാനായിട്ട് പങ്കെടുക്കുന്ന പാലക്കാട് വന്നെത്തിയിട്ടുള്ള നമ്മുടെ സാവിത്രി മാധവൻ, അതുപോലെ തന്നെ ജലജ എ മേനോൻ, MR ദേവി വൈസ് ചെയർമാൻ, ഇപ്പം നിലവിലെ നമ്മുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റുമാണ്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ട്രഷറർ ശ്രീമതി ആരിഫ മുഹമ്മദ്. സംസ്ഥാന സംഘടനയുടെ പ്രവർത്തനം നമുക്ക് ജനങ്ങളെ അംഗീകരിക്കപ്പെട്ടുകൊണ്ട്, നമ്മുടെ സമൂഹത്തെ അംഗീകരിക്കപ്പെട്ടുകൊണ്ട്, നമ്മുടെ ഭരണകർത്താക്കളെ അംഗീകരിക്കപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ പ്രവർത്തനം സുതാര്യമായിരിക്കണം, ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കണം, ജനങ്ങളുടെ ഒരു അത്താണിയായിട്ട് നമുക്ക് മാറുവാനായിട്ട് ഈ അവസരത്തിൽ നമുക്ക് പ്രതിജ്ഞയും കൂടി എടുത്തുകൊണ്ട് ദുരിതം അനുഭവിക്കുന്നവർക്ക് നമുക്കൊന്നും കൊടുക്കാനില്ലെങ്കിലും അവരെ ചൂഷണം ചെയ്യുന്നവരെ കണ്ടുപിടിച്ചുകൊണ്ട് ആ ചൂഷണത്തിനെതിരെ പോരാടിക്കൊണ്ട് അവർക്ക് അർഹമായിട്ടുള്ള ന്യായമായിട്ടുള്ള അവകാശങ്ങളെ നേടിയെടുത്ത് കൊടുക്കുവാനും കൂടി കഴിയണം. ഈ നിയമത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ വക്കീലന്മാരുടെ ക്ലാസ്സെടുക്കാൻ പോകുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ നമ്മളത് ശ്രദ്ധിച്ച് അത് അവരെ ശ്രദ്ധയിൽപ്പെടുത്തി മാറ്റി നിർത്താൻ നമ്മൾ ആ കാര്യത്തിൽ നമുക്ക് സാധിക്കും. അതുപോലെ കഴിഞ്ഞ ഒരു 3 ദിവസം മുമ്പ് കോഴിക്കോട് ഏറ്റവും വലിയൊരു മോണമാണ് ഹരിയന്മാരുണ്ട്. അവിടെ പോയി എൻ്റെ ഒരു മകനൊരു 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്, ഒരു ബിസ്ക്കറ്റ് വാങ്ങി, അതിൻ്റെ മേലെ മോണിഫാക്ചറിങ് കഴിക്കില്ല. അപ്പോൾ അവൻ ചോദിച്ചപ്പോൾ അതില്ലാന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു. ഞാൻ പുറത്തായിരുന്നു, അവരെ കൊണ്ട് പോയതാണ്. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആ മകൻ എന്നോട് പറഞ്ഞാൽ ഇതിൻ്റെ മേലെ ഇങ്ങനെ സംഭവിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടും ചെയ്യാൻ പറ്റില്ല, റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ഞാൻ അവനെ കൂട്ടി, ഞാൻ നീ സംസാരിച്ചു, അയാളോട് സംസാരിക്കുന്നു, അയാളോട് സംസാരിച്ചു. എന്നെ ചെറിയ കുട്ടിയായിട്ടാണ് മുന്നിലാണ് വെച്ചത്, ഞാൻ ഇന്ന ആളാണ്. അപ്പോൾ അവർ ആ സാധനം തിരിച്ചു വാങ്ങി. ഞാൻ അത് പറ്റില്ല, നിങ്ങൾ രാജകുമാറിൻ്റെ ചാർജ് ഈ സാധനമൊന്നും ഷിഫ്റ്റ് ചെയ്യില്ല, എന്നിട്ട് മാത്രമേ ഇവിടെ സെയിൽ നടക്കൂ, അല്ലെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്യും. മാത്രമല്ല സംസാരിക്കാൻ മാത്രമല്ല എൻ്റെ ആൾക്കാരുണ്ട്, ഞാൻ ഇതിൻ്റെ മുന്നിൽ നിർത്തി അതിനെ നിങ്ങൾ സെയിൽ ചെയ്യാൻ സമ്മതിക്കില്ല. അത് മാറ്റി നിർത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോകുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് തുറന്ന് ചോദിക്കുക, അതിനെപ്പറ്റി പഠിക്കുക. അപ്പോൾ എനിക്കിപ്പോൾ കഴിഞ്ഞ ദിവസം പരാതി വന്നുകഴിഞ്ഞാൽ എറണാകുളം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എടുത്തു. ആ അഡ്മിഷൻ എടുത്ത കുട്ടി അവിടെ ഫീസ് അടച്ചു, 1,60,60,000 രൂപ ഫീസ് അടച്ചു. ഈ കുട്ടിക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടി. ഗവൺമെൻറ് കോളേജിൽ കിട്ടിയിട്ടുള്ള പ്രൈവറ്റിൽ പോയിട്ട് അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് അവരെ അവിടെ പറഞ്ഞ ആ ക്യാഷ് തിരിച്ചു തരണം. അവർ തിരിച്ചു തരില്ല, അങ്ങനെ ഞങ്ങൾ തരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ പേടിക്കണ്ട, എറണാകുളം നമ്മുടെ ആൾക്കാരുണ്ട്, നിങ്ങളൊരു പരാതി തരാം. അത് നമ്മളെ കൺസ്യൂമർ ഫെഡറേഷൻ്റെ ഒരു കാർഡ് കമ്മിറ്റിയിലുള്ള ഒരാളുടെ മകനാണ്. നിങ്ങൾ പരാതി എടുക്കുമ്പോൾ ഞാനും വരാം, ഇതിൽ ആ കോളേജിൽ മുന്നിൽ പോയി ഇരിക്കാൻ എറണാകുളത്ത് നമ്മൾ കുറേ ആൾക്കാരുണ്ട്, അവരെ കൂട്ടി നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇടപെടുക, ഇവിടെ ഈ ഗവൺമെൻറ്റുകൾക്കെതിരെയുള്ള കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യങ്ങൾ. അപ്പം ഞാൻ അത് എല്ലാ ക്ലാസ്സുകളിലൂടെ വളരെ ഭംഗിയായിട്ട് ഞാൻ നിരീക്ഷിക്കുന്നില്ല. ഈ യോഗത്തിലെത്തിയ കൺസ്യൂമർ ഫെഡറേഷനൊക്കെ അത് ഭയങ്കര തിരക്കുള്ള സമയമാണ്, ഓണത്തിൻ്റെ പെട്രോൾ പർച്ചേസൊക്കെ ചെയ്യാൻ സമയമാണ്. അപ്പം ഈ യോഗത്തിലെത്തിയ എല്ലാവർക്കും ആശംസകൾ പറഞ്ഞുകൊണ്ട്